വിക്ടറി. സോളമനെ ചലഞ്ച് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നിലം തൊടിക്കില്ല ഞാൻ. നോക്ക് നോക്ക് നോക്ക്. ദേ അങ്കിളിന്റെ പോയേ. ദേ എനിക്ക് 15 പോയിന്റ് നോക്ക്. എനിക്ക് 20 പോയിന്റ് ഉണ്ടപ്പോ. സ്റ്റാർ വാഴ്സിൽ ഈ സോളമനെ ജയിക്കാൻ ഒരു പൊന്നുമോനും വളർന്നിട്ടില്ല. വീഡിയോ ഗെയിം എന്ന് പറഞ്ഞാൽ തലച്ചോറുകൊണ്ടുള്ള കളിയാണ് മോനെ. പഴഞ്ചോറും ബോൺപെറ്റയും കുഴച്ചടിക്കുന്ന നിന്നോടത് പറഞ്ഞിട്ട് കാര്യമില്ല. മസില് കയ്യിലും കാലിലും മാത്രം പോരാ, ബ്രെയിനിലും വേണം മോനെ. ഓ അണ്ട പോയി. മിസ്സസ് വിക്ടോറിയ, മനുഷ്യ സീരിയസ് ആയിട്ടൊരു ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് വിക്ടോറിയ കോളിംഗ്. നിന്റെ റോക്കറ്റ് സോളമൻ പൊളിച്ചടുക്കുമടാ. 3 വിക്ടറിയാ പോയത്. ഓ കറണ്ടും പോയി. കറണ്ടിന് നാളെ വരൂ. ഓ മൈ ഗോഡ്, ഈസ് ഇറ്റ്? ഹായ് വാട്ട് ലോറൻസ്, ട്രാൻസ്ഫോമർ കത്തിപ്പോയോ? ഇതുവരെ കത്തിയില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിന്നാ വിക്ടോറിയ കത്തിക്കും. Again Victoria calling my wife. അവൾക്ക് എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. See you tomorrow. കഴിഞ്ഞ ഒരാഴ്ചത്തെ ബില്ല് 550 രൂപ. Oh, 550 rupees. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ബ്രദർ. ഞാൻ സ്ഥിരം കസ്റ്റമർ അതെ, അല്ലേ? കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ കണ്ട പീക്കറി പിള്ളേരുമായി ഇവിടെ വന്നിരുന്ന് കളിക്കുന്ന ഒരേ ഒരു ഓൾഡ് മാൻ. ആ നിലയ്ക്ക് 50% ഡിസ്കൗണ്ട് അതുപോലും കൃത്യമായി തരില്ലെന്ന് വെച്ചാ. നാളെ തരാം ബ്രദർ. Again Victoria calling. ഇനിയും ലേറ്റ് ആയാൽ അവൾ എന്റെ ഫ്യൂസ് വരും. We will meet tomorrow. കാശ് തരാതെ ഇന്ന് പോകാൻ പറ്റില്ല. കടം പരിപാടി ലോറൻസ് നിർത്തി. എടാ കുട്ടാ പ്ലീസ്, നീ ക്ഷീണിച്ചു പോയല്ലോ. സോപ്പ് ഒന്നും വേണ്ട അങ്കിളെ, ഗീവ് മീ ദ ക്യാഷ്. നിർബന്ധമാണ്. ഇന്നതിൽ നിക്കത്തില്ലല്ലോ അങ്കിളെ. ഡയർടെൽ വിത്ത് ഫ്രീ വിക്ടറി കോളിംഗ്. മോനെ പിടിച്ചോളൂ. നാളെ അങ്കിൾ കാശ് തരുമ്പോ തിരിച്ചു തന്നാ മതി. ഓക്കെ, സീ യു ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ. ഒരു സംസ്കാരം ഇല്ലാത്ത സ്ത്രീ എന്തൊരു തെറിയാ. ഹായ് ആട്ടോ വിക്ടി, ഒരു 30 rupees തരൂ പ്ലീസ്. ഞാൻ ആട്ടോക്കാരനെ പറഞ്ഞു വിടട്ടെ. രാവിലെ ഞാൻ തന്ന പൈസ എവിടെ? അത് വീഡിയോ ഗെയിം പാർലറിൽ. ഷട്ട് അപ്പ് മാൻ. വിളിക്കുന്ന കണ്ടില്ലേ? നാണമില്ലേ മനുഷ്യ ഈ പീക്കറി പിള്ളേരുടെ പോയി വീഡിയോ ഗെയിം കളിക്കാൻ? വിക്ടി അങ്ങനെ പറയരുത്. ഐ ആം ഡൂയിങ് മൈ ബ്രെയിൻ എക്സർസൈസ്. അയ്യോ, ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഇത്രയും നാൾ വളരാത്ത നിങ്ങളുടെ ബുദ്ധി ഇനി വളരാനേ പോകുന്നില്ല. ഇവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ബ്രെയിൻ എക്സർസൈസ്. ഇയാളെന്താ ഹോൺ അടിച്ച് പഠിക്കണം? ഈസി ലേണിംഗ് ദ ഹോൺ. അടിച്ച് കൈ കഴിക്കുന്നതിന് മുമ്പ് 30 rupees തൊട്ട് പറഞ്ഞു വിടേണ്ട വ്യക്തി. നിങ്ങളുടെ ഗ്രാൻഡ് പേ ഇവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു, എടുത്ത് തോന്നിയ പോലെ ചെലവാക്കാൻ. ദേ ഇവിടുത്തെ കെയർടേക്കേഴ്സാ നിങ്ങളും ഞാനും, അല്ലാതെ ഉടമസ്ഥരല്ല. മൈൻഡ് ഇറ്റ്. ഡാർലിംഗ്, എന്തിനാ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം എപ്പോഴും പറയുന്നത്? സാൻഡ്രമോൾക്ക് നമ്മളല്ലേ ഉള്ളൂ, നമ്മൾക്ക് അവളും. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? പേടിക്കണം. ഇല്ലെങ്കിലേ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴേ അറിയൂ. അതിലൂടെ മണ്ണല്ലല്ലോ, മാർബിൾ അല്ലേ. എന്താ പറഞ്ഞേ? ഡിന്നറിന് എന്താ ഉള്ളത്? ഒലക്ക ഒഴിഞ്ഞത്. 30 rupees തരൂ. ആട്ടോക്കാരനിലോട്ട് കയറി വന്ന് സാൻഡ്രമോള് കണ്ടാൽ ആകെ ചളമാകും. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കോളേജിൽ നിന്ന് വന്നപ്പോഴേ സാൻഡ്രമോൾ അന്വേഷിച്ച നിങ്ങളെയാ. ജീസസ്, എന്തിനാ? എനിക്കങ്ങനെ അറിയാൻ ചെന്ന് ചോദിക്കും. കമ്മിയർ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. വേണ്ട, മോള് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കഥ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് ചെന്നാ അറിയാലോ, ഓടിക്കും. ജീസസ്, പിന്നെയും തുടങ്ങിയോ? കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഒന്നുമില്ല. കഥ എഴുതാ മോൾ ആ മാജിക് ബോക്സിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴേ ബാക്കിയുള്ളവരുടെ നെഞ്ചി തീയ. ജീസസ്, ഒരു കണ്ണിങ്ങോട്ടും വേണേ. ഇവൻ ഇതെന്ത് ഭാവിച്ചോണ്ടാ? ഇതൊരു ശല്യമായല്ലോ. വിക്ടി പ്ലീസ്, ഞാൻ നിന്റെ കാല് വരാം, അല്ല പിടിക്കാം. ഒരു 30 rupees there. അല്ലെങ്കിൽ എന്റെ മാനം. Okay, this is last and final warning. Okay, don't repeat it. No, 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 no. Na pidi. Oh, thank you, my darling. Vellarkum kondu kodu. Hi, chicken fry. Oh, my darling, I'm coming. Hey, da varunno. Stupid. How are you, Charlie's Angels? Good morning. Good morning, uncle. Oh, അഞ്ചുസേ, ഇങ്ങനെ ചങ്കി കുത്തൻ അങ്കിളെന്ന് വിളിക്കില്ലേ? Call me soul man, ഹൃദയമേൻ. എനിക്ക് അതിനു വേണ്ടിയുള്ള പ്രായമല്ലേ ഉള്ളൂ. ഏറിയാൽ നിങ്ങളെക്കാൾ ഒരു 10 വയസ്സ് കൂടുക, അത്രേ ഉള്ളൂ. അത് 30 വർഷം മുമ്പല്ലേ അങ്കിളെ? Oh, കുക്കൂസ്, don't be silly. എനിക്കും അതാ പറയാനുള്ളത്. Don't be silly, soul man. Go, go, go. വിക്ടോറിയ ആന്റി വരുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ നോക്ക്. നല്ല അടപ്രഥമൻ കരിഞ്ഞ മണം. അടപ്രഥമൻ നാണമില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ മണം പിടിച്ച് നിൽക്കാൻ. വിക്ടി, don't underestimate me. I am a gentleman. എന്നിട്ട് ഈ ജെന്റിൽമാനെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അതെന്റെ കുറ്റമാണോ? അയ്യടാ, ഒരു മാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട.
കണ്ടേച്ചാലും മതി. പിന്നെ നാരങ്ങ പിഴിയുന്ന മിഷീനി വെച്ച് പ്രസ് ചെയ്ത പോലെ ഒരു മോന്തയും. ഇത് കണ്ടോ, ഇത് കണ്ടോന്ന്? എന്റെ പാമിസ്ട്രിയില് 4 കുഞ്ഞുങ്ങളെ തള്ളയാവാനുള്ള യോഗം ഉണ്ടായിരുന്നു. ആയ കാലത്ത് എല്ലാ കണിയാന്മാരും പറഞ്ഞതാ മാലാഹ കുഞ്ഞുങ്ങളെ പോലെ 4 കുഞ്ഞുങ്ങൾ എനിക്കുണ്ടാവുമെന്ന്. ഇപ്പതാ ആ 4 വരെയും മാഞ്ഞു തുടങ്ങി. Don't cry, Vicki. ഞാൻ ട്രൈ ചെയ്യാം 4 വര വരയ്ക്കാൻ. അതിന് മാത്രമേ നിങ്ങളെ കൊള്ളാവൂ വര വരയ്ക്കാൻ. എങ്ങനെ കുട്ടിയുണ്ടാകും? പട്ടിയെ മാറ്റിയാലല്ലേ കുട്ടിയുണ്ടാകൂ. മോളെ, എക്സ്ക്യൂസ് മീ, ബ്ലൂ ജീൻസ് ഇട്ടൊരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നായിരുന്നോ? ആ ആ കുന്തം എടുത്ത് മാറ്റ്. ഓ, ഒരു ബ്ലൂ ജീൻസ് ഇട്ട പെൺകുട്ടി ഇതുവഴി വന്നായിരുന്നോ? I don't see. Excuse me. ഏ? എന്താ പേര്? എന്റെ നിന്ന് ലിപ്പിൽ ഇങ്ങനെ ആളെ കാണാതായാൽ ഞാനിത് എവിടെ പോയി തപ്പും? സോറി മാഡം. സ്റ്റോറി ആക്കാനുള്ള സമയമില്ല. നീ ഒക്കെ ഏതടപ്പിന്ന് വരുന്നടാ കൊരങ്ങ. താങ്ക് യു. ഞാൻ എവിടെല്ലാം തെരഞ്ഞെന്നറിയോ? ആരെ? മോളെ മോളെ കണ്ടോ? എന്നിട്ട് എവിടെ? എന്റെ മുന്നിൽ നിൽക്കുന്നു. എന്താ മോളുടെ പേര് പറയൂ. നാണമാകുന്നല്ലേ? നാണം വേണ്ട, ഞാൻ കണ്ണടച്ചു നിന്നോളാം. എന്റെ ചെവിയിൽ പറയൂ. വാട്ട് ഈസ് യുവർ സ്വീറ്റ് നെയിം? പറഞ്ഞു നാക്കെടുത്തില്ല, ദാ വന്നു. സത്യ, നിന്റെ കാര്യം പോക്കാടാ. ഞങ്ങളോട് ദേഷ്യം ഉണ്ടാവും, അറിയാം. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഒരേപോലെ തോന്നിക്കുന്ന 2 പേർ, ജസ്റ്റ് ലൈക്ക് ട്വിൻസ്. അതിലൊരാൾ കൊലയാളി, എ കോൾഡ് ബ്ലഡഡ് മർഡറർ. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. മണി അടിക്കാൻ വന്നതാണ്, നീ മൈൻഡ് ചെയ്യേണ്ട. വെയിറ്റ് ഇട്ട് കിടന്നോ. സംഭവിച്ചതിന്റെ ഒക്കെ പേരിൽ മോക്ക് നല്ല വിഷമമുണ്ട്. ഷീ ഫീൽസ് വെരി സോറി. സത്യം നേരിൽ കണ്ട് മാപ്പ് പറയണമെന്ന് ഒരേ വാശി. അതാ ഞങ്ങള്. എന്താ പേര്? സോളമൻ. ഇങ്ങനെ അതെ, ഇടിച്ച് കൂമ്പ് വാട്ടിച്ചിട്ടേ ക്ഷമ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ തൊറ്റ സംഭവത്തോടെ ഇവന്റെ ഹാർട്ട്, ലിവർ, ബ്രെയിൻ ഒക്കെ ഡാമേജ് ആയി. കിഡ്നിയുടെ പരിപ്പാണെങ്കിൽ ഇളകി കിടക്കുക. എന്റെ ഒരു കിഡ്നി എടുത്തവന് ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം കിഡ്നി ഇല്ലാതെ ഞാനെങ്ങനെ പാടും? ഒരു കിഡ്നി വെച്ച് എങ്ങനെ അവൻ കൊട്ടു? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ആശുപത്രി ചിലവിന് പോലും വകയില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ഞാൻ അറിയാതെ കരയണ്ട മിസ്റ്റർ ബാദഷ. ആശുപത്രി ചെലവിനെ കുറിച്ച് നിങ്ങൾ ഒന്നും അറിയണ്ട. അപ്പൊ ഞങ്ങൾ നിലവാരം നോക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരാൻ അവിടുത്തെ ഓർഡർ. എവിടത്തെ? അവിടുത്തെ അവിടുത്തെയാ മിസ്സസ് സോളമൻ. നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് 4 പ്ലേറ്റ് പൊറോട്ടെ 4 ബീഫും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ വിശദമായിട്ട് സംസാരിക്കാം. Come on. ഞാനിപ്പോ വരാം.